കുറച്ച് സ്ക്രാപ്പായിട്ടുള്ള ടയറുകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മുടെ വണ്ടിയുടെ മാറിയതൊക്കെ ഉണ്ടേ, 2 എണ്ണം. അപ്പോൾ ഈ ടയറുകൾ കൊണ്ട് എന്താണ് ഉപയോഗം, അതിലേക്കാണ് ഈ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ സ്ക്രാപ്പ് ഐറ്റംസ് പൈപ്പുകളാണ്. ഇതൊക്കെ നിസ്സാര വിലയ്ക്ക് സ്ക്രാപ്പിൽ നിന്ന് പോയി എടുത്തതാണ്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ പൈപ്പിൻ്റെ ലെങ്ത് 14 ഇഞ്ചും അതുപോലെ തന്നെ ഒരു സ്ക്വയർ പൈപ്പ് അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഒരു 5 ഇഞ്ചോളം മതി. ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ലെങ്ത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അത് വെൽഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സിബൂസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ സ്ക്രാപ്പ് ഐറ്റം കൊണ്ട് ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഈ 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിതിൻ്റെ ലെഗായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഹോൾ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ഹോൾ ചെയ്യുന്നതിന് മുമ്പ് ഇതുണ്ട്, ഒരെണ്ണം ഹോൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഹോൾ ചെയ്ത് റൗണ്ടായിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഹോൾ ചെയ്യും എന്നുള്ളത് പലർക്കും പല ഐഡിയകളാണ്. അപ്പോൾ ചിലർ ഇലക്ട്രീഷ്യൻസ് നൈഫൊക്കെ ഉപയോഗിച്ച് ചതുരത്തിലൊക്കെ കണ്ടിച്ചിട്ട് പൈപ്പ് കയറ്റിയിടും. അത് അന്നേരം ടൈറ്റ് ആകത്തില്ല, ഇളക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവരെ ചെയ്യുന്നത് ഇതൊരു സ്റ്റീൽ പൈപ്പാണ്. ആ 3/4 ഇഞ്ചിൻ്റെ സെയിം പൈപ്പ്. ഈ പൈപ്പ് ഗ്രൈൻഡറിലൊക്കെ പിടിച്ച് നന്നായിട്ട് ഷാർപ്പാക്കിയിട്ടുണ്ട്. നല്ല മൂർച്ചയാണ്. ഉൾഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ തരുന്തായിട്ട് മടങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറിയ നൈസായിട്ടുള്ള സാൻഡ് പേപ്പറോ എമിരി പേപ്പറോ ഒക്കെ പിടിച്ച് ഇങ്ങനെ നന്നായിട്ടത് ഷാർപ്പാക്കും. ഷാർപ്പായി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് വളരെ സൂക്ഷിക്കണം, നല്ല ഷാർപ്പായിരിക്കും. അതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ടയറിൻ്റെ 4 ഭാഗങ്ങളായിട്ട് അങ്ങ് ഭാഗിച്ചെടുത്തു. എവിടെയൊക്കെയാണ് അതിൻ്റെ ലെഗ് വരേണ്ടത് അത് നോക്കിയിട്ട് ഭാഗിച്ചെടുത്തു. ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് വളരെ പതുക്കെ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, കറക്കി കൊടുത്താൽ മതി. ഉണ്ടോ, വളരെ സിമ്പിളാണ്. ഉണ്ടോ, സൗണ്ട് കേൾക്കാം. അങ്ങ് ഉണ്ടോ, നല്ല രീതിയിൽ ഹോളായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ 4 ഹോളും കൂടെ അങ്ങ് ചെയ്യുകയാണ്. ഇനി നമ്മളിതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആട്ടം കുറയാനും ഇത്തേലേക്കാണ് സ്ക്രൂ ചെയ്യുന്നത് മുകളിൽ നിന്ന്. അപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ വളരെ ടൈറ്റായിട്ടിരിക്കാനും വേണ്ടി മാത്രമാണ് ഈ ഇങ്ങനെ സ്ക്വയർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇത് കണ്ടോ, ഈ സൈഡ് തട്ടി കയറ്റുവാണ്. അപ്പോൾ ആ ഹോളിലൂടെ നല്ല ടൈറ്റായിട്ടാണ് ഇത് കയറി വരുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ആട്ടം ഉണ്ടാവില്ല. അത് തന്നെയല്ല, ഇതുണ്ടല്ലോ ഈ ഭാഗം, ഈ നമ്മൾ ആ സ്ക്വയറായിട്ട് ടീ പോലെ വെൽഡ് ചെയ്ത് വെച്ച ഭാഗം, ഈ ഭാഗത്ത് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ആട്ടം ഉണ്ടാവുകയില്ല. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്ത് നിന്ന് ഒരു സെൽഫ് സ്ക്രൂ അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷീറ്റിനൊക്കെ അടിക്കുന്ന സെൽഫ് സ്ക്രൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഇടാം. നല്ല ടൈറ്റായിട്ടാണ് ഈ പൈപ്പ് കയറി വരുന്നത്. അതുകൊണ്ട് ആട്ടം കുറയും. ഉണ്ടോ, 4 കാലും അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വലിച്ചു കൊടുത്ത് കഴിയുമ്പം ആ ലെഗ് ഈ ഭാഗം ഈ മോൾ ഭാഗത്തേക്ക് ഇടിച്ച് നിൽക്കും. ഉണ്ടോ, 4 കാലും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇട്ടിട്ട് ഈ ഭാഗത്തുനിന്ന് സെൻറ്റർ ഭാഗം നോക്കി കാല് 100 നിൽക്കുന്നത് നോക്കിയിട്ട് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇതാണ് സെൽഫ് സ്ക്രൂ. 1.25 ഇഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ ആണ്. അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇതിനൊരു വലിയ വാഷറും ഒരു റബ്ബർ ഓറിങ്ങും ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഡ്രില്ലിലിട്ട് ആ ഭാഗത്തേക്ക് സ്ക്രൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ എടുത്തു, കറക്റ്റായിട്ട് എടുത്തു. സിമ്പിളായിട്ട് തന്നെ ദേ ടൈറ്റായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇങ്ങനെ 4 കാലും നമ്മൾ ടൈറ്റായിട്ട് പിടിപ്പിക്കുകയാണ്. അപ്പം 4 ലെഗും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്ര നീളത്തിൽ ഇവിടെ ടീ നിൽക്കുകയാണ്. ഈ ടീ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആട്ടം വളരെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം വളരെ ടൈറ്റാണ്. കറക്റ്റ് ഇതിൻ്റെ അളവിലാണ് നമ്മൾ തുളച്ച് കയറ്റിയിരിക്കുന്നത്. സ്ക്വയറായിട്ട് തുളച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈറ്റായിട്ട് ആവില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ തുളച്ചിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്.
അതിനു മുമ്പ് നമ്മൾ ഓപ്പൺ എയറിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 2-3 ഹോളൊക്കെ ഈ ഭാഗത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് റോപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും വലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് എവൻ നമ്പറായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. അതായത് ഇരട്ട സംഖ്യയായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. 12 ഹോള് ഇവിടെ ഇടുകയാണ്. നമ്മളിനി ഈ റോപ്പൊന്ന് കോർത്തെടുക്കുകയാണ്. അതിന് അറ്റത്തൊന്ന് ഉരുക്കിയിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 3 ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കോർക്കുന്നത്. അത് ഈ ഹോള് എത്രയുണ്ടോ അത് ഭാഗിച്ച് വേണം ഇങ്ങനെ കോർത്ത് തുടങ്ങാൻ. നിങ്ങൾക്ക് ഈ പണി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. ഏതെങ്കിലും ഒരു രീതിക്ക് കോർത്തെടുത്താൽ മതി. പക്ഷേ ഭംഗിയായിട്ട് കിടക്കണമെങ്കിൽ ആ രീതിക്ക് നല്ല രീതിക്ക് തന്നെ കോർത്തെടുക്കണം. ഒരുപാട് ടൈറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ടാൽ മതി. ഇനി നമ്മളിത് എടുക്കുന്നത് നേരെ ഇവിടത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കോർത്ത് അപ്പോൾ ഈ 2 തുമ്പും കൂടെ ഒരുമിച്ച് വരും. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിട്ടു. ഇനി ഇതിങ്ങനെ പിന്നി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കോർത്ത് വന്നപ്പോൾ കണ്ടോ 2 ഒരേ സൈഡിലോട്ട് വന്നു. ഇനി അത് തിരിച്ചിട്ടിട്ട് അടിയിൽ എവിടെയെങ്കിലും തമ്മിൽ കൂട്ടി കെട്ടി കഴിഞ്ഞാൽ വലിഞ്ഞ് തിരിച്ച് പോരാതെ ഏകദേശം ടൈറ്റായിട്ടിരിക്കും ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിട്ടൊന്നും കെട്ടാം. കണ്ടോ, ഇത് കൊണ്ടും ഒരേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇരുന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടിട്ട് സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാം. ആ രീതിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിടാം. വെയിൽ കൊണ്ടായാലും പെട്ടെന്ന് പോകത്തില്ല. അഥവാ ഈ റോപ്പ് പോയാലും നമുക്ക് നിസ്സാര മുടക്കിന് തന്നെ വേറെ കെട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെയറുകൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്രാപ്പ് ചെയേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മേശ പോലെ ഹൈറ്റ് കൂട്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് ആസ്പിറ്റാസാണ്. നല്ല ചൂടുള്ള സമയങ്ങളാണല്ലോ ഇപ്പം. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 8-9 മണി വരെയൊക്കെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിയാൽ എൻഡ്ലെസ് വ്യൂ കിട്ടുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ പോകുന്ന ലൈറ്റുകളും അതുപോലെ തന്നെ മറ്റ് വീടുകളിലെ ലൈറ്റുകളും ഇതെല്ലാം കണ്ട് നല്ല രീതിക്ക് ഉള്ളൊരു അന്തരീക്ഷം ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ തൊട്ടപ്പുറം ഈ ടെറസിൽ തന്നെ തൊട്ടപ്പുറം കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. മിന്നായിയാണ് ആ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. മിന്നായിക്കൊരു ചാനലുണ്ട്. അത് മിന്നായി എഡിറ്റ്സ് എന്ന പേരിലാണ് ആ ചാനൽ. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.